ഇത് അഖിലേഷ് AIPT നെയ്യാറ്റിൻകര ബ്രാഞ്ചിലെ കേഡറ്റാണ്. അഖിലേഷ് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ സെലക്ഷനായി നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ അഖിലേഷിൻ്റെ വീട്ടിൽ അഖിലേഷിൻ്റെ കൂടെ അഖിലേഷിൻ്റെ പേരൻസിൻ്റെയും കൂടെയാണ്. നെയ്യാറ്റിൻകര ബ്രാഞ്ചിലെ അഖിലേഷിന് AIPTയുടെ ഒരു സ്നേഹ സമ്മാനം ശ്രീവാസ സാറ് നൽകും. മോൻ എന്നാണ് AIPTയിൽ ജോയിൻ ചെയ്തത്? ഞാൻ +1 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ AIPT ഒരു ലെറ്റർ കിട്ടി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അച്ഛനും അമ്മയോടും പറഞ്ഞു. അപ്പോൾ അവർ AIPTയെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ കേരളത്തിലെ തന്നെ നമ്പർ 1 കോച്ചിങ് സെൻ്റർ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ തൊട്ടടുത്തുള്ള നെയ്യാറ്റിൻകര ബ്രാഞ്ചിൽ പോയി അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് AIPT ട്രെയിനിങ് കോച്ചിങ് ക്ലാസ് തുടങ്ങി. നല്ല ക്ലാസ്സായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇവിടെ നിന്ന് പോയാൽ 7 മണിക്ക് എത്തും. 7 മണിക്ക് തന്നെ അവിടെ പോകുമ്പോൾ തന്നെ സാറ് ഗ്രൗണ്ടിൽ കാണും. അവിടെ അപ്പോൾ തന്നെ ചെറിയ വാമപ്പൊക്കെ തന്നിട്ട് സാറ് ഒരു 8 മണിയാകുമ്പോൾ സാറ് ഓടാൻ പറയും. ഒരു 9 മണി വരെ അങ്ങനെ ഓട്ടിപ്പിച്ചിട്ട് പിന്നെ വീണ്ടും കുറച്ച് കോച്ചിങ്, പുഷപ്സ്, ചിന്നപ്സ് അങ്ങനെ അതെല്ലാം ചെയ്യിപ്പിക്കും. അക്കാഡമിക് ക്ലാസ് എല്ലാം ഞാൻ കൂടുതലും ഓൺലൈൻ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. സ്കൂളിൽ റെഗുലർ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂടുതലും ഓൺലൈൻ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യണത്. പിന്നെ സൺഡേ ഒഴിവുള്ള ദിവസങ്ങളിൽ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. നല്ല ക്ലാസ്സാണ്. പല പല സാറുമാർ വന്ന് എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കും. എല്ലാ ചാപ്റ്ററും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെൻ്റെ അച്ഛൻ്റെ പേര് സുരേഷ് കുമാർ. അച്ഛൻ്റെ ജോലി കാർപ്പൻ്ററാണ്. ഇതമ്മ, അമ്മയുടെ പേര് രബിത. അമ്മ ജില്ലാ പഞ്ചായത്തിലെ അഗ്രികൾച്ചർ ബ്ലോക്ക് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ അനിയത്തിയുടെ പേര് നക്ഷത്ര. അവൾ ഇപ്പോൾ 7th പഠിക്കുന്നു. ചേട്ടൻ്റെ നേരത്തെ ഉള്ള ആഗ്രഹം ഇതായിരുന്നു. അപ്പോൾ ഇതിൽ കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. കുഞ്ഞിലേ മുതൽ അവന് ഒരു എയിമാണ്, അവൻ്റെ ഈ ആർമി എന്നുള്ളത് അവനൊരു എയിമാണ്. അന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഇതുപോലെ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ നെയ്യാറ്റിൻകര ബ്രാഞ്ചിൽ പോയി അഡ്മിഷൻ എടുത്തു. ആദ്യത്തെ കുറച്ച് ക്ലാസ്സൊന്നും കിട്ടില്ല, കാരണം +1 ഫസ്റ്റ് ആണല്ലോ നമ്മൾ പോയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് അവനെ കൊണ്ടാക്കും. കാരണം അവനൊരാഗ്രഹമുണ്ട് ഇതിനെ കയറണം, എനിക്ക് ആർമിയിലോട്ട് കയറണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കി വെയിറ്റ് ചെയ്ത് അവിടുത്തെ ഫിസിക്കൽ ക്ലാസ് നല്ല ക്ലാസ്സാണ്. ഫിസിക്കൽ ക്ലാസ് എല്ലാം കിട്ടി തിരിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വീണ്ടും സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവനും അത്രയും നമ്മൾ കൊടുത്ത ആ ഒരു എഫർട്ട് അവൻ്റെ മനസ്സാൽ അത് നന്നായിട്ട് വിൻ ചെയ്ത് വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. പിന്നെ അവൻ്റെ ലൈഫ്, അവൻ്റെ ഭാവി ഇതിൽ തുറന്നു കിട്ടിയതിൽ വളരെ സന്തോഷം. അവൻ്റെ മെയിനായിട്ടുള്ള ആഗ്രഹമായിരുന്നു ആർമി കയറുക എന്നുള്ള അവൻ്റെ ഒറ്റ ഇതാണ്ട്. അതുകൊണ്ട് കയറാൻ സാധിച്ചത്. കാര്യം ഈ ജോലി കയറണമെന്ന് നല്ല താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനെ നമ്മുടെ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പിന്തുണ ചെയ്യുന്നത് നമ്മുടെ AIPT ആണ്. അവിടുത്തെ സാറിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ നല്ല ഡെഡിക്കേഷനാണ്. അതായത് എല്ലാ ദിവസവും രാവിലെ കറക്റ്റായിട്ട് അവർക്ക് ഫിസിക്കല് കൊടുക്കും. ഇവരെന്തെങ്കിലും പുറകിലോട്ട് നിന്നാൽ പോലും സാറെന്ന് പറയുന്നത് അങ്ങനെയല്ല.
അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഈ ഒരു പരുവത്തിൽ കൊണ്ടെത്തിച്ചത്. കാരണം മോൻ ആദ്യം പോകുന്ന സമയത്ത് അങ്ങനെ ഓടത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവൻ തന്നെ പറയാറുണ്ട്, ഓടിച്ച് അത്രയും നന്നായിട്ട് ഫിസിക്കലി തന്നിട്ടാണ് അവ ഇന്ന് ഇത് വിൻ ചെയ്തത്. അതിന് AFPTയോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. ഡിഫൻസിലേക്ക് ജോലി നോക്കുന്ന എല്ലാവർക്കും AFPT ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും.